ഹൈ ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇത് രാവിലെ സൂര്യൻ ഉദിച്ച് റെഡ് കളറിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്തു. കണ്ടോ സൂര്യൻ ഉദിച്ച് നിൽക്കുന്നത്? അപ്പോൾ ഇന്നത്തെ വിശേഷത്തിൽ ഉൾപ്പെടുത്തിയ കാര്യങ്ങളെക്കുറിച്ച് പറയാം. ഇന്ന് മെയിനായിട്ടും ഒരു സൺഡേ. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു സ്പെഷ്യൽ സൺഡേ ബിരിയാണിയാണ് ഞങ്ങൾ തയ്യാറാക്കാൻ പോണത് കേട്ടോ. ഇക്കാക്ക് ഇന്ന് ബിരിയാണി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ സ്പെഷ്യൽ സൺഡേ ബിരിയാണി ആയിക്കോട്ടെ എന്ന് കരുതി ഇന്ന് അതാണ് നമ്മൾ റെസിപ്പി ആഡ് ചെയ്യുന്നത്. പിന്നെ ഒരു ചെറിയ അൺബോക്സിംഗ് ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഇക്ക ഇറച്ചി വാങ്ങിച്ചിട്ട് വന്നതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും ഒരേ കട്ടൻ കുടിക്കുകയാണ്. സമയം 9 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു അൺബോക്സിംഗ് ഉണ്ട്. അപ്പോൾ എനിക്ക് ബിരിയാണി പോട്ടാട്ടോ 3 ബിരിയാണി പോട്ട് വന്നതിൽ ഒരെണ്ണമാണ് ഞാൻ അൺബോക്സ് ചെയ്ത് കാണിക്കുന്നുള്ളൂ. നാളെയും മറ്റന്നാളുമായിട്ട് എനിക്ക് കിച്ചൺ സെറ്റുകൾ വരാനുണ്ട്. അപ്പോൾ ആ മേഡത്തിന് ഒരുപാട് താങ്ക്സ് അലോട്ട്. എത്ര നന്ദി പറഞ്ഞാലും തീരാത്ത അത്രയ്ക്കും ആ മേഡത്തിനോട് എനിക്ക് താങ്ക്സ് അലോൺ പറയുകയാണ്. പിന്നെ നിങ്ങളെല്ലാവരും ഗിവവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഗിവവേയിൽ പങ്കെടുക്കുക. റൂൾസ് എല്ലാവരും ഫോളോ അപ്പ് ചെയ്യണം കേട്ടോ. പിന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഇതുവരെയും ഉണ്ടായിരുന്ന പോലെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ വീഡിയോ കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാം പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ടച്ച് ചെയ്യണം. പിന്നെ നിങ്ങളെ വിലയേറിയ കമൻറ്റ്, എന്നെ സംബന്ധിച്ച് നിങ്ങളുടെ കമൻറ്റ് വിലപ്പെട്ടതാണ്. കമൻറ്റ് നിങ്ങൾ എന്ത് കമൻ്റ് ആയാലും, നെഗറ്റീവായാലും പോസിറ്റീവായാലും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നമുക്ക് കടക്കാം. അൺബോക്സിങ് ബിരിയാണി പോട്ട് 3 ഐറ്റമാണ് വന്നത്. അതിലൊന്നാണ് ഞാനിപ്പോൾ അൺബോക്സ് ചെയ്ത് പരിചയപ്പെടുത്തുന്നത്. 5 കിലോ റൈസ് വെക്കാൻ പറ്റിയ ഒരു സംഭവമാണ് കേട്ടോ ഇത്. ബിരിയാണി പോട്ടാണ്. താങ്ക്സ് അലോൺ മാഡം. ഒരുപാട് പറഞ്ഞാൽ തീരാത്ത അത്രയും താങ്ക്സ്. ഇത് നല്ല ക്വാളിറ്റിയുള്ള ബിരിയാണി പോട്ടാണ്. കാരണം നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് ആവി കയറാൻ കുറച്ച് ടൈം എടുക്കുന്നതാണെങ്കിലും അടിയിൽ പിടിക്കുമോ അങ്ങനെയുള്ള ഐറ്റങ്ങളൊന്നും വരില്ല. കാരണം ഇതിൻ്റെ ക്വാളിറ്റി നല്ല നമ്പർ 1 ക്വാളിറ്റിയുള്ള ബിരിയാണി പോട്ടാണ്. അപ്പോൾ മാഡം അവിടെ സ്റ്റോക്ക് വരുമ്പോഴാണ് ഇങ്ങനെ തരുന്ന 3 എണ്ണമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് ഉൾപ്പെടുത്താനുള്ള കാരണമുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗിവവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഗിവവേയിൽ പങ്കെടുക്കുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നല്ല സമ്മാനങ്ങളാണ് ഞാൻ ഗിവവേയിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് നൽകുന്നത്. അതുകൊണ്ട് നിങ്ങൾ റൂൾസ് പാലിച്ച് ഗിവവേയിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക. അടിപൊളിയാണ് കേട്ടോ. വരാനിരിക്കുന്ന ഐറ്റങ്ങളാട്ടോ. ഈ ഐറ്റം ഒക്കെ ഇങ്ങോട്ട് വരാനിരിക്കണതാ. ബിരിയാണി പൊട്ടിൻ്റെ ഒരു അൺബോക്സിങ് ആട്ടോ ഇത്. കണ്ടോ നിങ്ങൾ? അടിപൊളി ബിരിയാണി പോട്ടലാണ്. 5 കിലോയുടെ ബിരിയാണി പോട്ട്. ഇതൊക്കെ വരാനിരിക്കുന്ന ഐറ്റങ്ങളാട്ടോ. ഈ ഐറ്റം ഒക്കെ ഇങ്ങോട്ട് വരാനിരിക്കണതാ. അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ. ബിരിയാണിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് സവോളയൊക്കെ കട്ട് ചെയ്തെടുക്കട്ടെ. അത് കഴിഞ്ഞ് ഇനി കിച്ചണിലേക്ക് പോയി അവിടെ ആരംഭിക്കാം. ഓക്കെ, ബിരിയാണി ആട്ടോ ഇന്ന് സ്പെഷ്യൽ ബിരിയാണി ആട്ടോ ഇന്നുണ്ടാക്കണേ. ഇത് ബിരിയാണിയുടെ അരി കുതിർത്തി കഴുകി വെച്ചിരിക്കുന്നു. ഇവിടെ ബീഫ് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. വൃത്തിയാക്കണത് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ്. ഇതിവിടെ അരച്ച് വെച്ചേക്കുവാണ്. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം. രാവിലെ പുട്ടും ബനാന പഴം പുഴുങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ 1.5 കിലോ ബീഫാണ്. നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് ബീഫ് ആദ്യം വേവിച്ചെടുക്കാം. ഓക്കെ, വറുത്ത് കൊടുക്കാം കേട്ടോ. അത്ര അരി ഇട്ടിട്ടുണ്ട്. വറുത്ത് കൊടുക്കണ്ടേ? അവിടെ കിടന്ന് വറങ്ങട്ടെ. ഇവിടെ ഞാൻ ചോറ് അരിയൊക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാം ചേർത്ത് അരി നമ്മൾ ബിരിയാണിയുടെ പട്ടയും കാര്യങ്ങളും എല്ലാം വെച്ച് ഇതാക്കിയേക്കണേ കേട്ടോ. വറക്കും കേട്ടോ. ആയിട്ടില്ല. ഇവിടെ ചോറെന്തായാലും നോക്കാം നമുക്ക്.
അവിടെ ചോറ് ഇന്ന് വേവട്ടെ. ഇവിടെ നമുക്ക് ചോറ് വെന്തിട്ടുണ്ട്, കോരുവാട്ടോ. ഇവിടെ എണ്ണയിൽ ഇതും കോരി. രണ്ട് കിലോയുടെ ബിരിയാണി കേട്ടോ, 2 കിലോ അരിയുടെ ബിരിയാണി. എല്ലാം ചേർത്ത് കൊടുത്തു, പട്ട എല്ലാ സാധനങ്ങളും ചേർത്താണ് ഞാൻ വേവിച്ചത്. ഇനി ദമ്മിടണം. ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്, സവോള വറുത്ത് വെച്ചു കേട്ടോ. 2 ട്രിപ്പ് വറുത്തു. ഇനി അണ്ടിപ്പരിപ്പ് കറിവേപ്പിലയൊക്കെ വറുത്തു. ഇത് ഇനി നമ്മുടെ ബീഫിൻ്റെ ഗ്രേവി ആക്കണം. ഇത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ചതച്ച് ഞാൻ വെച്ചിരുന്ന കേട്ടോ. ഇനി സവോള വഴറ്റി തക്കാളി അരച്ചും ചേർക്കണം, അരിഞ്ഞും ചേർക്കണം. എന്നാലാണ് അതിന് ടേസ്റ്റ് വരുള്ളൂ. ബീഫ് മസാലയാക്കാൻ ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ചേക്കുക. ചോറൊക്കെ ഇനി ദമ്മിടണം, അത്രയേ ഉള്ളൂ. നമുക്ക് സവോള ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല ശരിയാവുന്നുണ്ട് കേട്ടോ. ഇറച്ചി കുറച്ചും കൂടി വേവാനുണ്ട്. അപ്പോൾ ഞാൻ കുക്കറിൽ ഒന്നുകൂടി വിസിലടിച്ചു. ഇനിയിപ്പോൾ മസാല റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഈ സാധനം കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ടൊമാറ്റോ ഞാൻ അരച്ചതാണ്, അതുകൂടി പച്ചമുളകും ടൊമാറ്റോയും. ഞാൻ മുളക് പൊടി ചേർക്കുന്നില്ല മസാലയിൽ, അതുകൊണ്ട് ഇതിവിടെ കിടന്ന് നന്നായിട്ട് റെഡി ആവട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് ദമ്മിടണമെന്ന് നിങ്ങൾ ആദ്യം ഇല്ല, ലാസ്റ്റത്തെ ദമ്മ് ഇടുക കേട്ടോ. ആദ്യം ഇട്ടതൊക്കെ പിടിച്ചതൊക്കെ സ്റ്റിപ്പായി പോയി. ദമ്മിടണത് കാണുന്നത്. നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ നമ്മളിനി മല്ലിയിലയും കൂടെ ബിരിയാണി ദമ്മിട്ടത് നോക്കാം കേട്ടോ. അതെ, ഇതാണ് നമ്മുടെ ബിരിയാണി ദമ്മിട്ടേക്കണത്. ഇനി മസാല ഇട്ട് ഞാൻ റെഡിയാക്കും കേട്ടോ. ഒന്ന് ഇളക്കിയില്ലെങ്കിൽ ചോറേ അപ്പോൾ നമ്മുടെ ബിരിയാണി അടിപൊളിയായിട്ട് ശരിയായിട്ട് ഒക്കെ ഉണ്ടാക്കി. വയ്യാതെ വന്ന് ഇവിടെ മടുത്തിരിക്കുമ്പോൾ താഴത്തെ നമ്മുടെ വീടിൻ്റെ താഴെ താമസിക്കുന്ന കുട്ടി മേളിലേക്ക് വന്നു. അവൻ്റെ പേര് അനിരുദ്ധൻ എന്നാണ്. വീട്ടിൽ വിളിക്കുന്ന കുഞ്ഞൻ. അപ്പോൾ ഇക്കായുമായിട്ട് ഭയങ്കര കമ്പനിയായി, ഞാനുമായിട്ട് ഭയങ്കര കമ്പനിയാണ്. അപ്പോൾ കുഞ്ഞൻ വന്ന് ഞങ്ങൾ സംസാരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് വൈൻഡപ്പ് ചെയ്യുവാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കട്ടെ. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ നിങ്ങളുടെ സപ്പോർട്ടുകൾ എന്നും ഉണ്ടാവണം. ഇതുവരെ ചെയ്ത സപ്പോർട്ടുകൾ എന്നും ഉണ്ടാവണം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും